ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാലക്സി A02s ആണ്. ഇത് ഗാലക്സി ബജറ്റ് ഫോണുകളിൽ പെട്ട ഏറ്റവും പുതിയ മോഡലാണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഗാലക്സി A12 അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പുതിയ മോഡലാണ് ഗാലക്സി A02s. ഇത് ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല, നമ്മളിവിടെ ഒമാനിലാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10,000 രൂപന്റെ താഴെ ഈ ഒരു ഫോൺ കിട്ടും. അതുപോലെ തന്നെ 2 വേരിയന്റുകളിലായിട്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. 32 GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 3 GB റാം, 64 GB സ്റ്റോറേജ്, 4 GB റാം, ഇങ്ങനെ 2 വേരിയന്റിലായിട്ട് ഈ ഫോൺ വരുന്നുണ്ട്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ, അതുപോലെ തന്നെ 3 ക്യാമറ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകതകൾ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഞാൻ കാദർ വള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ കയ്യിൽ A02sന്റെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 32 GB സ്റ്റോറേജോട് കൂടിയുള്ളത്, മറ്റൊന്ന് 64 GB സ്റ്റോറേജോട് കൂടിയുള്ളത്. ഇങ്ങനെ 2 പീസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പീസ് മാത്രമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റോറേജിൻ്റെ ഒരു മാറ്റം മാത്രമാണ് ഈ ഒരു ഫോണിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറേജ് കൂടിയതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് വരുന്നത് ബ്ലൂ കളറിലാണ്, ഇത് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ഇങ്ങനെ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു ഇതിൽ വരുന്നുള്ളൂ. മറ്റ് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ കളറിലുള്ള ഈ 64 GB സ്റ്റോറേജോട് കൂടി വരുന്ന ഈ ഒരു പീസ് നമുക്ക് അൺബോക്സ് ചെയ്ത് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗാലക്സി A02s അൺബോക്സ് ചെയ്ത് പുറത്ത് കിടക്കുമ്പോൾ സാധാരണ എപ്പോഴും കാണാറുള്ള പോലെ തന്നെ ഒരു വെൽക്കം പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാക്കിനകത്തായിട്ട് നമുക്ക് പൗച്ചുകളൊന്നും ലഭിച്ചിട്ടില്ല. മറ്റു ഗാലക്സി A11, അതുപോലെ തന്നെ ഗാലക്സി A12 ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ ലഭിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. ആ ഒരു പാക്കിങ്ങിൽ വേറെ ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ബോക്സിൽ അകത്തേക്ക് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ചാമ്പ് സ്റ്റൈലുള്ള ഒരു ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് USB Type-C ചാർജർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജറും കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ വരുന്നത് 15 വാട്ട്സിലാണ്. 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും അതുപോലെ തന്നെ ഒരു Type-C കേബിളും സിം റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്ന് നമുക്ക് ഈ ഒരു ബോക്സിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോണിൻ്റെ ഒരു ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പാക്കിങ് കണ്ടപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നത് ഗാലക്സി A10s ആണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു ഫോൺ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലുകളായ ഗാലക്സി A21sൻ്റെയും അതുപോലെ തന്നെ M31sൻ്റെ ഒക്കെ അതേ ഒരു രീതിയിലുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഫോണുകളെ പോലുള്ള ഒരു തിക്നെസ് തന്നെയാണ് തോന്നിക്കുന്നത്. M31നൊക്കെ ഉള്ള പോലെ ഒരു കൂടുതൽ തിക്നെസ് ആയിട്ടൊന്നും തോന്നിക്കണില്ല. ഒരു പാകത്തെ ഒരു തിക്നെസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു പാകത്തെ ഒരു സൈസായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. ഒരുപാട് വലുപ്പമൊന്നും ഈ ഒരു ഫോൺ തോന്നിക്കണില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിവശത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്പീഡിലാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ കാണുന്നത്. അതുപോലെ തന്നെ Type-C ഇൻപുട്ടും ഇതിൻ്റെ ഒരു മൈക്കും ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു സൈഡിലാണ് കാണുന്നത്. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, പിന്നെ മേലെ ഭാഗത്തായിട്ട് നമുക്കൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് സിം കാർഡിൻ്റെ സ്ലോട്ടും കാണുന്നുണ്ട്. സിം കാർഡ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്യുവൽ സിം കാർഡാണ് വരുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. മറ്റ് ഗാലക്സി പോലെ തന്നെയാണ് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഫോൺ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നവംബർ 24-നാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഈ ഒരു മാസം ഈ ആഴ്ചയിലാണ് ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പുറത്തിറങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ മറ്റാരും അപ്ലോഡ് ചെയ്തതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ പരിശോധിച്ചിട്ട് മറ്റാളുകളൊന്നും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് വരുന്നത് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഈ ഒരു സൈസ് വരുന്നത് സാധാ ഗ്ലാസ് തന്നെയാണ്, ഗൊറില്ല ഗ്ലാസ് ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 720x1600 ആണ് വരുന്നത്. സ്ക്രീൻ റേഷ്യോ വരുന്നത് 20:9 ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 450 ആണ്. ഇനി നമ്മളിതിൻ്റെ ക്യാമറകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 മെഗാപിക്സൽ. ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്, കൂടാതെ ഒരു LED ഫ്ലാഷ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്.
പിന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം A51-ന് A21-സിനൊക്കെ വന്ന അതേ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ഇതിൽ വന്നത്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ ഉള്ള ഈ ഒരു ഡിസൈനിങ് ആണ് വന്നത്. ബോഡിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇത് സ്ക്രീൻ വരുന്നത് സാധാ ഗ്ലാസ് ആണ്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. കളറുകളുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് ഇങ്ങനെ 3 കളറുകളായിട്ട് ഈ ഒരു ഫോൺ നിലവിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഈ ഫോൺ ഓണാക്കിയിട്ട് മറ്റ് ഫീച്ചറുകളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊരു ബജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫിംഗർ പ്രിൻ്റ് ഒന്നും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് 3 ക്യാമറ ഉള്ള ഒരു ഫോൺ, അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ക്യാമറ, പിന്നെ കാണാനൊക്കെ ഒരു നല്ലൊരു ഭംഗി തോന്നിക്കുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കിയപ്പം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് Galaxy A10s ആണ്. പിന്നെ Galaxy A50-ൻ്റെ അതേ ഒരു ലുക്കിലും ഈ ഒരു തീം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലുള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപേൻ്റെ താഴെയാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു ഫോൺ റിലീസായിട്ടുള്ളത് ആൻഡ്രോയിഡ് 10 വെർഷനിലാണ്. ഇതിൻ്റെ UI വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ UI Core 2.5 ആണ്. ഇതിൻ്റെ മറ്റു ഫീച്ചറുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഇതിൻ്റെ സ്റ്റോറേജ് 64 GB ഉള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 64 GB ആണ്. റാമിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാമോട് കൂടിയുള്ള ഒരു ഫോണാണ്. നമ്മൾ പറഞ്ഞു മറ്റൊരു ഫോൺ നമ്മളെ കയ്യിൽ തന്നെ 2 ഫോണുകളുണ്ട്. ഇത് 3 GB റാമോട് കൂടിയാണ്, ഇത് 4 GB റാമോട് കൂടിയാണ്. വില ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വിലൻ്റെ കാര്യത്തിൽ ഈ 2 ഫോണുകളിലും തമ്മിൽ വരുന്നുള്ളൂ. ഏകദേശം 600 രൂപേൻ്റെ വ്യത്യാസം മാത്രമാണ് ഈ 2 ഫോണുകളും തമ്മിൽ വരുന്നത്. നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് വൈഫൈ ഉണ്ട്, സൗണ്ട്, ബ്ലൂടൂത്ത്, ഓട്ടോ റൊട്ടേഷൻ, ഫ്ലൈറ്റ് മോഡ്, ഡാറ്റ, മൊബൈൽ ഹോട്ട്സ്പോട്ട്, ബ്ലൂ ഫിൽട്ടർ, സ്മാർട്ട് വ്യൂ. അതായത് ഈ ഒരു ഫോണിൽ അതായത് സാധാരണഗതിയിൽ നമ്മൾ സ്മാർട്ട് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷന് ബജറ്റ് ഫോണുകളിലൊന്നും കാണാറില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ ഈ ഒരു സ്മാർട്ട് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്മാർട്ട് വ്യൂ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം മൊബൈലിൽ വീഡിയോ ഇട്ടുകൊണ്ട് മൊബൈലിൽ നിന്ന് ടിവിയിലേക്ക് കണക്ട് ചെയ്ത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഫിൽട്ടറും നമുക്ക് വളരെ ഉപകാരമുള്ളതാണ്. കാരണം ഒരു കണ്ണിനൊക്കെ ഒരു സേഫായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ബ്ലൂ ഫിൽട്ടർ. പിന്നെ അതിൻ്റെ പുറമെ ഇതിൽ ഡാർക്ക് മോഡ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫോക്കസ് മോഡ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതിലാകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫേസ് ലോക്കാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൽ നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിലുള്ള ഫീച്ചറുകൾ പറഞ്ഞാൽ ഒന്നാമത് ലൈവ് ഫോക്കസ്, നമുക്ക് ഒരു സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിലുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഫോട്ടോ, വീഡിയോ, മോർ ഓപ്ഷനിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോ ക്യാമറ, അതുപോലെ തന്നെ പനോരമ കാണുന്നുണ്ട്, മാക്രോ ലെൻസ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഫോണുകളിൽ കാണാറുള്ളത്, സാംസങ്ങിൻ്റെ ഫോണുകളിൽ കാണാറുള്ളത് ബജറ്റ് ഫോണിലൊന്നും മാക്രോ ലെൻസ് ഉൾപ്പെടുത്താറില്ല, അൾട്രാ വൈഡാണ് കാണാറുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ പെടുത്താൻ പറ്റും. കാരണം മാക്രോ ലെൻസ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അൾട്രാ വൈഡ് ഇതിൽ പെട്ടിട്ടില്ല. എന്നാലും അത്യാവശ്യം വൈഡുള്ള ഒരു ഫോണാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സൈഡിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നോർമൽ ക്യാമറ ആയിട്ട് വരുന്നത് ഈ ഒരു ക്യാമറയാണ്. ഇത് നമ്മൾ വൈഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡൊക്കെ ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡിൻ്റെ ലെൻസ് ഇല്ലെങ്കിലും ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോർമൽ മോഡ്, അൾട്രാ വൈഡ് ഇങ്ങനെ ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീന് നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ മോഡും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 196 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോണിൽ എടുത്ത ഒരു ഫോട്ടോ. നമ്മളിപ്പോൾ ഫോണിൽ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ സ്ക്രീനിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, എന്നാൽ മാത്രമാണ് ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ.